പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നോക്കൂ പ്രിയ മക്കളെ, നാം നമ്മുടെ പാപങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടേനെ യേശുപ്പൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ശാരീരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നത് ശരിയും നല്ലതുമായ കാര്യമാണ്. യേശു ക്രിസ്തു നോക്കൂ, നമ്മുടെ പാപങ്ങളെ വഹിച്ചതുപോലെ നമ്മുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും കർത്താപ്പച്ചൻ വഹിച്ച് നമ്മെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 9:28 പറയുന്നുണ്ട്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാവങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. നോക്കൂ, പലവിധമായ പ്രയാസഘട്ടങ്ങളിൽ കൂടി ജനങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5:7 പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. നോക്കൂ പ്രീതി മക്കളെ, സാക്ഷാൽ രോഗങ്ങളെ വഹിച്ച നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ. ഏതു ഭാരപ്പെടുത്തുന്ന വിഷയവും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മെ കൈവിടാത്ത അപ്പച്ചൻ ഹല്ലേലൂയ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിലാണ് നാം ആശ്രയം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നാം ബലമുള്ള യഹോവയുടെ കൈക്കീഴിൽ താണിരിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധി നാം വിഷയം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് പദ്ധതികൾ ഓരോന്നും ഒരുക്കി തരും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 പറയുന്നുണ്ടല്ലോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ചിന്താകുലങ്ങളെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവസന്നിധി സമർപ്പിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 50:23 പറയുന്നുണ്ട്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. പ്രിയ മക്കളെ, ആരെല്ലാം നമ്മെ കൈവിട്ടാലും കൈവിടാത്ത നല്ല പിതാവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മെ കൈവിടത്തില്ല പ്രിയ മക്കളെ, നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താപ്പച്ചന്റെ കരങ്ങളിൽ നമ്മുടെ ചിന്താകുലങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നോ അത് വെച്ചാൽ മതി. ഹല്ലേലൂയ. നമുക്ക് അവിടെ നിന്ന് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പന്റെ കരം നീട്ടും. ഹല്ലേലൂയ. സങ്കീർത്തനം 27:10 പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നോക്കൂ, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന അമ്മയുടെ സ്നേഹത്തെക്കാൾ വലിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നിരാശയുടെയും സങ്കടത്തിന്റെയും സമയത്ത് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തും. നമ്മുടെ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 പറയുന്നുണ്ടല്ലോ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മോടുള്ള യഹോവയുടെ കരുണ ഹല്ലേലൂയ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എന്താ, നമ്മെ സ്നേഹത്തോടും ദയോടും കൂടെ അപ്പച്ചൻ കാത്തു പരിപാലിക്കും, സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പനും അമ്മയും മറക്കുന്ന ദിനങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ നമ്മെ മറക്കാത്ത അപ്പൻ, നമ്മെ ചേർത്ത് പിടിക്കുന്ന അപ്പൻ. ഈ നാളുകളിൽ സംഭവങ്ങൾ പലതും ഇതുപോലെയാ. അപ്പനെ അമ്മയെ മറക്കുന്ന മക്കളെ മറക്കുന്ന അപ്പൻ, മാതാപിതാക്കൾ പല വിധത്തിൽ ഹല്ലേലൂയ ഇന്ന് ജനങ്ങൾ പല വിധത്തിലൂടെ പ്രയാസങ്ങളിലൂടെ പല വിധത്തിൽ ഹല്ലേലൂയ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പല വിധത്തിൽ വേദനകൾ സഹിക്കുമ്പോൾ നമ്മുടെ കർത്താപ്പച്ചൻ നമ്മെ
ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ലെന്ന അപ്പൻ പറഞ്ഞേക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെ തെളിവ് ഒരിക്കലും നമ്മെ മറക്കുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, വഹിക്കുന്ന, ഹല്ലേലൂയ, കർത്താവിന്റെ കരത്തിലാ നമ്മൾ. ഹല്ലേലൂയ. തന്റെ ഉള്ളം കരത്തിലെ നമ്മെ വരച്ചിരിക്കുന്നു എന്നതാ. ഹല്ലേലൂയ. നോക്കൂ, കർത്താവിന്റെ കയ്യിലെ ആണിപ്പഴുതുകൾ നമ്മോടുള്ള ആ സ്നേഹത്തിന്റെയും നമ്മെ സൂക്ഷിക്കുവാനുള്ള ദൈവിക അനുഗ്രഹത്തിന്റെയും ഓർമ്മയ്ക്കായിട്ട് എപ്പോഴും ദൈവം മുമ്പാകെ ഉണ്ട്. പ്രിയ മക്കളെ, നമ്മെ കരുതുന്ന ആ സ്നേഹം ഒന്ന് ഓർത്തു നോക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായി സുവിശേഷം 11:28 പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ആശ്വാസം ദൈവത്തിൽ കണ്ടെത്തുന്നുവെങ്കിലും സ്വന്തം വിഷയം വരുമ്പോൾ, ഹല്ലേലൂയ, അത് ഉൾക്കൊള്ളുവാൻ സ്വല്പം പ്രയാസം വരും. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏത് വിഷയവും വെക്കുവാൻ പറ്റുന്ന ഒരേ ഒരിടം നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാ. മറ്റൊരിടത്തും വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നവരുടെ മുന്നില്, നമ്മെ കരുതുമെന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ മുമ്പില് നമ്മുടെ പ്രയാസങ്ങൾ വെക്കുമ്പോൾ അവര് സ്വല്പസമയം ഒന്ന് ആശ്വസിപ്പിക്കുമായിരിക്കും. പിന്നെ അവര്, ഹല്ലേലൂയ, വിട്ടുമാറുന്ന, അകലുന്ന അവസ്ഥകൾ വരും. പക്ഷെ ഒരിക്കലും അകന്നു പോകാതെ, വിട്ടുമാറാതെ ചേർത്തു പിടിക്കുവാൻ പറ്റുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഏതവസ്ഥയിലും ചേർത്തു പിടിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രിയ മക്കളെ, യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ജയാളിയായ കർത്താവ്, ഹല്ലേലൂയ, നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ നമ്മൾ സഞ്ചരിക്കണം. പ്രിയ മക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിനോട് ഒത്തൊരുമിച്ചുള്ള വാസം, ഹല്ലേലൂയ, ആ സന്തോഷ ദിനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിഷയത്തിന്മേ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. കർത്താവ് ചേർത്ത് പിടിക്കണമേ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും, ഹല്ലേലൂയ, തള്ളിക്കളയാത്ത ഞങ്ങളുടെ അപ്പൻ, ഹല്ലേലൂയ, ഏത് നിമിഷത്തിലും ഏത് സാഹചര്യത്തിലും, ഹല്ലേലൂയ, താങ്ങി നടത്തുക ശക്തനായ ഞങ്ങളുടെ കർത്താവ് കൂടെയുള്ളതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ഓരോ മക്കളെ ശക്തീകരിക്കണമേ. വിഷയത്തിന്റെ മുമ്പിൽ മറുപടി കൊടുക്കണമേ. ആശ്വാസമായി കൂടെ ഇരിക്കണമേ. രോഗികൾ സൗഖ്യമാകുവാൻ, ഹല്ലേലൂയ, അവരുടെ ഭാരമേറിയ വിഷയങ്ങൾ, ഹല്ലേലൂയ, അതിന് മറുപടി കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.